നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കർത്താവിൽ വിശ്വസിച്ച് വരികയാണ്, കർത്താവിൽ അല്ലാത്ത പ്രിയപ്പെട്ടവരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ, എനിക്ക് മാത്രം ഇതിനും വേണ്ടി എന്താ പ്രശ്നം? ഇത്രയും പ്രശ്നം, മറ്റുള്ളവർക്ക് പ്രശ്നമുണ്ട്, പക്ഷേ ഇത്രയും വലിയ പ്രശ്നമൊന്നും അവർക്കില്ല. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചതിന് ശേഷം കേട്ടോ, വിശ്വാസിയാകുന്നതിന് മുൻപല്ല, വിശ്വസിച്ചതിന് ശേഷം ഇച്ചിരി പ്രശ്നങ്ങൾ കൂടി വന്ന സമയങ്ങൾ ചോദിച്ചിട്ടില്ലേ, എന്താ കർത്താവേ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നു, ഞാൻ ദൈവത്തിന്റെ മകനാണ്, ഞാൻ ആരാധനയ്ക്ക് പോകുന്നു, ഒത്തിരി ഞാൻ ദൈവസന്നി പ്രാർത്ഥിക്കുന്നു, എന്നിട്ടും ആർക്കും ഇല്ലാത്ത പ്രശ്നങ്ങൾ എന്നിലേക്ക് വരിക, അത് ഞാൻ അനുഭവിക്കുക, ആരും അനുഭവിച്ചിട്ടില്ലാത്ത ടെൻഷൻ ഞാൻ അനുഭവിക്കുന്നു, മറ്റുള്ളവർ അനുഭവിച്ചിട്ടില്ലാത്ത ഭയങ്കര സ്ട്രെസ് എനിക്കുണ്ടാകുന്നു, മറ്റുള്ളവർ സുഖമായി കിടന്നുറങ്ങുമ്പോൾ എനിക്ക് ഉറങ്ങാൻ കഴിയാത്ത വിഷയങ്ങളുടെ മധ്യത്തിൽ രാത്രി ഉറക്കം പോലും വരാത്ത ദിനങ്ങൾ ഞാൻ തള്ളി നീക്കുകയാണ്. എന്തുകൊണ്ട്? യാക്കോബിന്റെ വീട്ടിലെ സ്ഥിതി, യോസേഫിന്റെ അപ്പനാണ് യാക്കോബ്. അദ്ദേഹത്തിന്റെ വീട്ടിലെ സ്ഥിതി നിങ്ങൾ നോക്കണം. വീട്ടിൽ കലഹമാണ്. എന്താ കാര്യം എന്നറിയാമോ? റാഹേലും ലേയും തമ്മിൽ കലഹമാണ്. എന്ന് പറഞ്ഞ യോസേഫിന്റെ അമ്മയും യാക്കോബ് കല്യാണം കഴിച്ച മറ്റൊരു ഭാര്യയും, വീട്ടിനകത്തുണ്ട്, 2 ഭാര്യയുണ്ട്. വീട്ടിനകത്ത് എന്നും കലഹമാണ്, വാശി, മത്സരം, കലഹം. സഹോദരങ്ങൾ തമ്മിൽ ഒരു ചർച്ചയില്ല, ഒരു ഐക്യതയില്ല. പക്ഷേ യാക്കോബ് യോസേഫിനെ അധികമായി സ്നേഹിച്ചത് കൊണ്ടും കൂടെ മറ്റു സഹോദരങ്ങൾക്കും യോസേഫിനോട് ഇച്ചിരി പ്രശ്നമാണ്. സ്തോത്രം. ഇവിടെ വീട്ടിലെ സ്ഥിതി നോക്കുമ്പോൾ മറ്റു സഹോദരങ്ങൾക്കില്ലാത്ത പ്രശ്നം യോസേഫിന് വന്നു. നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കർത്താവിൽ വിശ്വസിച്ച് വരികയാണ്, കർത്താവിൽ അല്ലാത്ത പ്രിയപ്പെട്ടവരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ, എനിക്ക് മാത്രം ഇതിനും വേണ്ടി എന്താ പ്രശ്നം? ഇത്രയും പ്രശ്നം, മറ്റുള്ളവർക്ക് പ്രശ്നമുണ്ട്, പക്ഷേ ഇത്രയും വലിയ പ്രശ്നമൊന്നും അവർക്കില്ല. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചതിന് ശേഷം കേട്ടോ, വിശ്വാസിയാകുന്നതിന് മുൻപല്ല, വിശ്വസിച്ചതിന് ശേഷം ഇച്ചിരി പ്രശ്നങ്ങൾ കൂടി വന്ന സമയങ്ങൾ ചോദിച്ചിട്ടില്ലേ, എന്താ കർത്താവേ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നു, ഞാൻ ദൈവത്തിന്റെ മകനാണ്, ഞാൻ ആരാധനയ്ക്ക് പോകുന്നു, ഒത്തിരി ഞാൻ ദൈവസന്നി പ്രാർത്ഥിക്കുന്നു, എന്നിട്ടും ആർക്കും ഇല്ലാത്ത പ്രശ്നങ്ങൾ എന്നിലേക്ക് വരിക, അത് ഞാൻ അനുഭവിക്കുക, ആരും അനുഭവിച്ചിട്ടില്ലാത്ത ടെൻഷൻ ഞാൻ അനുഭവിക്കുന്നു, മറ്റുള്ളവർ അനുഭവിച്ചിട്ടില്ലാത്ത ഭയങ്കര സ്ട്രെസ് എനിക്കുണ്ടാകുന്നു, മറ്റുള്ളവർ സുഖമായി കിടന്നുറങ്ങുമ്പോൾ എനിക്ക് ഉറങ്ങാൻ കഴിയാത്ത വിഷയങ്ങളുടെ മധ്യത്തിൽ രാത്രി ഉറക്കം പോലും വരാത്ത ദിനങ്ങൾ ഞാൻ തള്ളി നീക്കുകയാണ്. എന്തുകൊണ്ട്? എന്താ ദൈവമേ? ദൈവത്തിന് ഒറ്റ ആൻസറേ ഉള്ളൂ. യാക്കോബിനെ ദൈവം കണ്ട് യാക്കോബിന്റെ തലമുറകളിലേക്ക് ദൈവത്തിന്റെ പ്രോമിസുകളെ കൈമാറി. യാക്കോബിന്റെ മറ്റു മക്കളെക്കാൾ അധികമായി യോസേഫിനോട് ദൈവത്തിന് പദ്ധതിയുണ്ട്. പക്ഷേ ആരും അനുഭവിച്ചിട്ടില്ലാത്ത പ്രശ്നങ്ങൾ യോസേഫിന്റെ ലൈഫിലേക്ക് കടന്നു വരിക. വചനത്തിന്റെ വെളിച്ചത്തിൽ ഒരു കാര്യം ഞാൻ പറയാം. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ചിന്തിച്ചെങ്കിൽ
ആർക്കുമില്ലാത്ത പ്രശ്നങ്ങൾ എൻ്റെ ലൈഫിലേക്ക് വരുന്നു, ആരും അനുഭവിച്ചിട്ടില്ലാത്ത വലിയ പ്രതിസന്ധികളിലൂടെ ഞാൻ പോകുന്നു എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയെങ്കിൽ ഞാൻ അടുത്തത് കൈമാറുന്നു. ഈ പ്രതിസന്ധിയാണ്, ഈ പ്രതികൂലങ്ങളാണ് വാഗ്ദത്തങ്ങളിലേക്ക് നിന്നെ നടത്തുന്നതിലുള്ള വഴിയിലെ ചില വിഷയങ്ങൾ. പക്ഷേ ഈ വഴിയിലൂടെ നീ യാത്ര ചെയ്യും. നോക്കിക്കേ, നിങ്ങൾ ഇവിടെ നിന്ന് യാത്ര ചെയ്യുമ്പോൾ ഞാനൊരു ദൂത് പറയാം, ശ്രദ്ധിച്ച്. നിങ്ങളുടെ വീടുകളിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ, ഇവിടെ നിന്ന് യാത്ര നിങ്ങൾ തുടങ്ങുമ്പോൾ, ഇവിടെ നിന്ന് നിങ്ങൾ നടക്കാൻ തുടങ്ങും. ആഹാ, നിങ്ങളൊരു ഭാഗത്ത് നിന്നാൽ അവിടെ എത്തുകയില്ല എന്നതുപോലെ ഈ അനുഭവിച്ച അനുഭവങ്ങൾക്കകത്തുനിന്ന് നിങ്ങൾ ഒരു ഓവർകം ചെയ്തെത്തും. ഇത് പുറകോട്ട് പോകും, നീ മുൻപോട്ട് പോകും. നിന്റെ പ്രശ്നങ്ങൾ പുറകിലേക്ക് മാറും, വാഗ്ദത്തങ്ങളിലേക്ക് ദൈവം നിന്നെ നടത്തും.